ചിത്രകലയെ സ്നേഹിക്കുന്ന 3 വനിതകളാണ് വനിതയിൽ നിന്ന്. ആദ്യം പരിചയപ്പെടാം ചിത്രകലയ്ക്കൊപ്പം ക്രാഫ്റ്റ് വർക്കിലും മികവ് പുലർത്തുന്ന രജിത കൃഷ്ണകാന്തിനെ. കുട്ടിക്കാലത്ത് ഞാൻ ചിത്രം അത്യാവശ്യം വരച്ചിരുന്നു. പക്ഷേ അതൊരു വലിയ പടങ്ങളോ അങ്ങനെ കാര്യമായിട്ടുള്ള ഒരു ഡ്രോയിങ്സോ ഒന്നും ആയിരുന്നില്ല. എൻ്റെ പഴയ നോട്ട് ബുക്കുകളിൽ ടെക്സ്റ്റിൽ ഒക്കെ ഞാൻ ചെറുതായിട്ടൊക്കെ കോറിയിട്ട്, പക്ഷെ അതൊന്നും അന്ന് ആരും അങ്ങനെ ഒരു കാര്യമായിട്ട് ശ്രദ്ധിക്കത്തക്ക രീതിയിലൊരു വലിയ പടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഞാൻ അന്ന് ചെയ്തിട്ടില്ല. ഒന്നാമത് അന്ന് അങ്ങനത്തെ ഒരു സാഹചര്യമൊന്നും എനിക്ക് കിട്ടിയിരുന്നില്ല. പിന്നെ ഞാൻ ആ സമയത്താണ് വടകര നഗരസഭയുടെ സിൽവർ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് ഒരു പെയിൻറ്റിങ് കോമ്പറ്റീഷൻ നടന്നു. അതിനകത്ത് എനിക്ക് പെൻസിൽ ഡ്രോയിങ്ങിനാണ് സമ്മാനം കിട്ടിയത്. കിട്ടിയത് എനിക്കൊരു പെൻസിൽ ഡ്രോയിങ്ങിനെ കുറിച്ചുള്ളൊരു ഫോറിൻ ബുക്കാണ്. അന്ന് അത് കിട്ടിയ സമയത്ത് എനിക്കതൊരു നിധി കിട്ടിയൊരു സന്തോഷമാണ്. കാരണം ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വരയെക്കുറിച്ചുള്ള ഒരു ബുക്കാണ് എനിക്ക് സമ്മാനമായിട്ട് കിട്ടിയത്. അന്നാണ് ഞാൻ എനിക്ക് ആ പിറ്റേന്ന് പേപ്പറിൽ എൻ്റെ പേര് അച്ചടിച്ച് വരികയും അതിന് ഫ്രണ്ട്സൊക്കെ അതിന് ഭയങ്കര അഭിനന്ദനങ്ങൾ പറയുകയൊക്കെ ചെയ്തപ്പോൾ ശരിക്കും അതൊരു നല്ലൊരു സപ്പോർട്ടായിരുന്നു. അതിനുശേഷം ഞാൻ ചെറിയ തോതിലൊക്കെ ചെറിയ കോമ്പറ്റീഷനൊക്കെ നിന്നു. പക്ഷേ അങ്ങനെ ഒരു കാര്യമായിട്ട് ഞാനൊരു വലിയ പടങ്ങൾ വരയ്ക്കുകയോ അങ്ങനെ ഒരു വലിയൊരു ക്യാൻവാസിലേക്ക് ശ്രദ്ധിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ പഠിത്തത്തിലേക്കായിരുന്നു കൂടുതൽ ശ്രദ്ധ. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം എൻ്റെ മാരേജ് കഴിഞ്ഞു. ഹസ്ബൻഡ് ഇൻകം ടാക്സിലാണ് വർക്ക് ചെയ്യുന്നത്. ഹസ്ബൻഡ് വളരെ തിരക്ക് പിടിച്ചൊരു ഉദ്യോഗമാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ലിഷർ ടൈമും ഫ്രീ ടൈമും കിട്ടാൻ തുടങ്ങി. അങ്ങനെ വെറുതെ ഉറങ്ങി നമ്മൾ സമയമൊന്നും ചിലവഴിക്കാതെ എനിക്ക് അറിയുന്ന കൈവേലകളും അത്യാവശ്യം ക്രോഷ്യോ വർക്കുകളും ഹാൻഡ് എംബ്രോയ്ഡറി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ ഞാൻ അത്യാവശ്യം ഒരുപാട് വർക്കുകൾ, കമ്പിളി നൂലുകൊണ്ട് സ്വെറ്റേഴ്സ്, പൂക്കൾ, അങ്ങനെ ഒരുപാട് വർക്കുകൾ ഞാൻ ആ സമയത്ത് ഒരുപാട് ഇരുന്ന് ചെയ്തു. പിന്നെ മകൻ ഉണ്ടാവുന്നതിന് മുമ്പ് മകനുള്ള എല്ലാ ഡ്രസ്സുകളും ഞാൻ തയ്ച്ച് വെച്ചിരുന്നു. നമുക്ക് വാങ്ങുമ്പം കിട്ടുന്ന ഒരു സന്തോഷത്തിനേക്കാളും നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു ഡ്രസ്സ് കുട്ടീനെ ധരിപ്പിക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷമില്ല, അത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത ഒരാളാണ്. വയസ്സിന് ശേഷം എൻ്റെ മകൻ അത്യാവശ്യം വരയ്ക്കാനൊരു താല്പര്യം പ്രകടിപ്പിക്കാൻ തുടങ്ങി. അയാൾ അത്യാവശ്യം വരയ്ക്കുന്ന ചിത്രങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി അയാൾക്ക് വരയ്ക്കാനൊരു കഴിവുണ്ട്, താല്പര്യമുണ്ട് എന്ന് കണ്ടപ്പോൾ ഞാൻ അടുത്തുള്ള ഒരു ഡ്രോയിങ് സ്കൂളിലേക്ക് അവനെ കൊണ്ടുപോയി ചേർക്കുകയാണ്. ചേർത്ത് കഴിഞ്ഞപ്പോൾ അയാൾ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഞാൻ അടുത്തിരുന്ന് ചെയ്യുമ്പോൾ അയാൾക്ക് നല്ലൊരു കോൺഫിഡൻസാണ്. അപ്പോൾ അമ്മേനെ എപ്പോഴും കാണണം എന്ന് പറയും അയാൾ. അപ്പം ഡ്രോയിങ് ക്ലാസ്സിൽ ചേർന്നപ്പോൾ കരയും, അമ്മ അടുത്തിരുന്നാലേ ചെയ്യൂ എന്ന് പറയും. അപ്പം സാറോട് അനുവാദം ചോദിച്ചു, സാർ ഞാനും ഇരുന്നോട്ടെ, ഫീസൊക്കെ അടച്ചിട്ട് എനിക്കും പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ സാർ പറഞ്ഞു കുഴപ്പമില്ല, ഇരുന്നോ. അങ്ങനെ ഞാൻ എൻ്റെ മകൻ്റെ കൂടെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ രണ്ടാളും ഒരുമിച്ച് ഒരു ബെഞ്ചിലിരുന്നിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഡ്രോയിങ് പഠിക്കുന്നത്. അവിടുത്തെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ ഡ്രോയിങ് ക്ലാസ്സിൽ വലിയ വലിയ പെയിൻറ്റേഴ്സിൻ്റെ പിക്ചേഴ്സാണ് നമുക്ക് വരയ്ക്കാൻ തരാറ്. വാൻഗോ അങ്ങനെ വലിയ വലിയ ആർട്ടിസ്റ്റുകളെ പിക്ചേഴ്സാണ് തരിക. അപ്പോൾ അത് നോക്കി ഞാനത് സാറ് ചെറിയ പിക്ചർ തരും, ഞാനത് ക്യാൻവാസിലേക്ക് എൻലാർജ് ചെയ്ത് വരയ്ക്കും, അതിന് കളർ ചെയ്യും. പക്ഷെ ഞാൻ വളരെ സ്ലോയിലാണ് പെയിൻറ്റിങ്സ് ചെയ്തത്. നിറങ്ങൾ എന്താണെന്ന് അന്നാണ് ആദ്യമായിട്ട് ഞാൻ മനസ്സിലാക്കിയത്. നിറങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഓയിൽ പെയിൻറ്റിങ്, അക്രിലിക്, പിന്നെ പലതരം ബ്രഷ് നമ്പേഴ്സ്, നൈഫ് പെയിൻറ്റിങ്, പാലറ്റ് നൈഫുകൾ, അതിനകത്തുള്ള നമ്പേഴ്സ്, ഇതൊക്കെ എനിക്ക് അന്നാണ് ആദ്യമായിട്ട് ഞാൻ കളേഴ്സും എൻ്റെ മനസ്സിൽ കളറുകൾ ഉണ്ടെന്നും ഞാൻ അന്നാണ് ആദ്യമായിട്ട് മനസ്സിലാക്കിയത്. പക്ഷേ 2 മാസത്തിന് ശേഷം ഞങ്ങൾക്ക് അവിടുന്ന് ട്രാൻസ്ഫറായിട്ട് ഹസ്ബൻഡിൻ്റെ കൂടെ പോകേണ്ടി വന്നു. അങ്ങനെ അതിനുശേഷം ഞാൻ കോഴിക്കോട് ഇവിടെ കോട്ടുളി ഈ വീടെടുത്തതിന് ശേഷമാണ് കാര്യമായിട്ട് എനിക്ക് കുറച്ചുകൂടി സമയം കിട്ടാനും മകനൊപ്പം വലുതായി കുറച്ചൊക്കെ ചിത്രരചനയിൽ
മേഖലയിലേക്ക് കൂടുതൽ തിരിയാൻ ഇടവന്നത് ആ സമയത്താണ്. അങ്ങനെ വീടെടുത്ത സമയത്ത് വീട്ടിലേക്കുള്ള ഓരോ കാര്യങ്ങൾ, ഓരോ റൂമിലേക്കുള്ള പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെക്കാൻ തുടങ്ങി. ചെയ്തു വെച്ചപ്പോൾ എൻ്റെ പല ഫ്രണ്ട്സ് വീട്ടിൽ വരികയും അവർ ഇത് എവിടുന്നാണ് വാങ്ങിയതെന്ന് പലരും വന്നാൽ ചോദിക്കും. അപ്പം വാങ്ങിയതല്ല, ഇത് ഞാൻ ചെയ്തതാന്ന് പറയുമ്പം അവരെ പഠിപ്പിച്ചു തരുമോ ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ചെറിയ തോതിൽ ഞാൻ വീട്ടിൽ ഒരു ക്ലാസ് തുടങ്ങി. ഒരു 10 വയസ്സുകാർ മുതൽ പിന്നെ ഒരുപാട് പ്രായമായിട്ടുള്ള ആൾക്കാർ വരെ, 10-70 വയസ്സുള്ള ആൾക്കാർ വരെ ഇവിടെ വരാറുണ്ട്. അത് പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാർ വരാറുണ്ട്, ഡോക്ടേഴ്സ്, ലോയേഴ്സ്, പിന്നെ IT പ്രൊഫഷനിലൊക്കെ. അവരൊക്കെ ഒരു ഹോബിയാണിത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് റിലാക്സ് ചെയ്തു പോകും. അതേപോലെ തന്നെ ക്രാഫ്റ്റ് വർക്കും ഞാൻ ഒരുപാട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്രാഫ്റ്റും പെയിൻറ്റിങ്ങും കൂടി ചേർന്നിട്ടുള്ള വർക്കുകളാണ് പല വർക്കുകളും. പലതും ക്യാൻവാസിൽ എംബോസ് ചെയ്തിട്ടുള്ള വർക്കുകളായിരിക്കും. അങ്ങനെ അവരെന്താ പറയുന്നത്, ആവശ്യപ്പെടുന്നത്, അവരെ ഇൻറ്റീരിയറിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളും ഞാനിവിടെ ചെയ്ത് കൊടുക്കാറുണ്ട്. ചില ക്യാൻവാസിൽ മിക്സഡ് മീഡിയ യൂസ് ചെയ്യാറുണ്ട്. സെയിം നമ്മളിപ്പോൾ ഓയിൽ മാത്രം യൂസ് ചെയ്യാതെ മിക്സഡ് മീഡിയ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന പലതരം വർക്കുകളുണ്ട്. പിന്നെ എനിക്ക് ക്രാഫ്റ്റ് വർക്കിനോട് ഭയങ്കര ഒരു കമ്പാണ്. അപ്പോൾ അതിനകത്ത് ഗ്ലാസ്സിൽ തന്നെ ഞാൻ എംബോസ് ചെയ്തിട്ടും പിന്നെ പക്ഷികൾ, പിന്നെ അതിൻ്റെ പക്ഷികളുടെ തന്നെ തൂവലിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്കുകൾ, അതൊക്കെ എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ചെയ്തത് തഞ്ചാവൂർ പെയിൻറ്റിങ്, ദൈവങ്ങളുടെ പടങ്ങളാണ് അത് കൂടുതൽ ചെയ്യുന്നത്. അതിനൊക്കെ ഒരുപാട് ഓർഡർ എനിക്ക് കിട്ടാറുണ്ട്. പിന്നെ ചെയ്യുന്നത് എക്രിലിക്കാണ് നമ്മളെ കാലാവസ്ഥയ്ക്ക് കുറച്ചുകൂടി നല്ലത്. എക്രിലിക്കിൽ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ അധികം പൂത്തു പോകുന്നില്ല. ഞാൻ കണ്ടെടുത്തോളം ഇവിടെ നമ്മളെ കാലാവസ്ഥയിൽ ഓയിലൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ സൂക്ഷിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. തുടക്കത്തിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല കോൺഫിഡൻസ് കുറവുള്ള ഒരാളായിരുന്നു ഞാൻ. ഇതൊക്കെ എന്താ വെച്ചാൽ ഞാനൊരു സാധാരണ വീട്ടമ്മയാണ്. അങ്ങനെ ഒരു പുറത്തേക്ക് വന്നിട്ടോ ഒന്നും അങ്ങനെ വീട്ടിൻ്റെ അകത്തളങ്ങളിൽ ഇരുന്നിട്ട് ചെയ്യുന്ന ഒരു വർക്കുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ ചോറ് വെക്കുമ്പോൾ കറി വെക്കുമ്പോൾ ഒക്കെ ആ കിട്ടുന്ന ഇടവേളകളിലാണ് ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു പുറത്തൊരാൾക്കാരെ കാണിക്കാനും ഒക്കെ വളരെ കോൺഫിഡൻസ് കുറവാണ്. എന്താ വെച്ചാൽ പല പെയിൻറ്റിങ്ങും ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ഒരു സ്വഭാവക്കാരി കൂടിയാണ്. അങ്ങനെ വീടെടുത്തതിന് ശേഷം ഞാനിത് പുറത്ത് വെക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയാൻ തുടങ്ങി, ഇത് നല്ലൊരു വർക്കാണ്, പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം നീ കാര്യമായിട്ട്. പിന്നെ അങ്ങനെ എനിക്ക് ഒരുപാട് നല്ല ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ എൻകറേജ്മെൻറ്റ് കാരണം ഞാൻ കുറേ കൂടി ഇതിനകത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ 2008 എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ചേർന്നിട്ട് ഞാൻ ലളിതകലാ അക്കാദമിയിൽ ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുന്നത്. വന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളും പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാരും കാണാൻ വന്നു. അപ്പോൾ അവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു. അതിന് ശേഷം എനിക്ക് കുറച്ച് ഒരു കോൺഫിഡൻസ് ആയി. അങ്ങനെ 2009 സൃഷ്ടി ആർട്ട് ഗാലറിയിൽ ഞാൻ രണ്ടാമത്തെ സോളോ എക്സിബിഷനാണ് 2009 കണ്ടക്ട് ചെയ്തത്. സോളോ എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ എന്താ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മൾ നല്ല ഹോംവർക്ക് ചെയ്യണം. അതായത് അതിൻ്റെ ഗുണവും ദോഷവും എല്ലാം ആ ഒറ്റയ്ക്ക് നടത്തുമ്പോൾ നമ്മൾ തന്നെ ഏൽക്കേണ്ടി വരും. അത് നന്നായാലും മോശമായാലും ഒക്കെ അതിന് എന്തൊക്കെ ദോഷം ഉണ്ടെങ്കിലും എല്ലാം നമ്മളെ തന്നെ അത് ബാധിക്കുക. അപ്പം ഞാൻ 2009 ആ എക്സിബിഷനിൽ നല്ലൊരു ഹോംവർക്ക് കഴിച്ച് എവിടെയും ഇല്ലാത്ത കുറേ റെയർ വർക്കുകളാണ് ഞാൻ ആ എക്സിബിഷനിൽ കൊണ്ടുവന്നത് 2009. അത് കണ്ട് ഒരുപാട് ആൾക്കാർ വളരെ വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. അത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ നല്ലൊരു പ്രോത്സാഹനമായിരുന്നു. ഗാലറീൻ്റെ ചരിത്രത്തിൽ തന്നെ ആരും വന്നിട്ടില്ല. സെയിലിനല്ലാതെ ആദ്യമായിട്ടാണ് ഒരു എക്സിബിഷൻ ഇങ്ങനെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ സെയിൽ ചെയ്യണം, അങ്ങനെ എല്ലാവരും എന്നോട് സെയിലിന് പറയാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് സെയിലിലേക്കും അങ്ങനെ പെയിൻറ്റിങ്സ് പിന്നെ സെയിലാവാൻ തുടങ്ങി.
അങ്ങനെ 2010-ലും ഞാൻ ഒരു എക്സിബിഷൻ നടത്തി, ഗ്രൂപ്പ് എക്സിബിഷനായിരുന്നു. അതിനും നല്ല റെസ്പോൺസ് ആയിരുന്നു കിട്ടിയത്. മലയാള മനോരമ ന്യൂസ് പേപ്പറിലൊക്കെ ഒരുപാട് ആർട്ടിക്കിളൊക്കെ വന്നു അതിനെ പറ്റിയിട്ട്, വർക്കിനെ കുറിച്ചും. ഒരുപാട് യാത്രകളൊന്നും ഞാൻ നടത്താറില്ലെങ്കിലും അത്യാവശ്യം പിന്നെ പേപ്പറിലും മാഗസിനിലൊക്കെ വരുന്ന പല നല്ല പടങ്ങൾ, പ്രകൃതി ദൃശ്യങ്ങൾ, പിന്നെ അധികം എനിക്ക് പിന്നെ സ്ത്രീകളെ പടങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആദിവാസികൾ, പിന്നെ അങ്ങനത്തെ പടങ്ങൾ ഒക്കെ ഞാൻ കട്ട് ചെയ്തെടുത്ത് വെക്കുന്നൊരു സ്വഭാവമുണ്ട്. അപ്പോൾ അത് നോക്കി പലപ്പോഴും വരയ്ക്കാൻ ശ്രമിക്കാറുണ്ട് ഞാൻ. പല പെയിൻറ്റിങ്സുകളും അതിന്. പിന്നെ ക്രാഫ്റ്റ് വർക്കുകൾ പലതും പല സ്ഥലങ്ങളിൽ പോയിട്ട് പഠിക്കാറുണ്ട്. ക്രാഫ്റ്റ് എന്ന് വെച്ചാൽ പല ടൈപ്പുള്ള ക്രാഫ്റ്റ് ഉണ്ട്, പല സ്ഥലങ്ങളിലാണ് അത് പലതും പഠിപ്പിക്കുന്നത്. അപ്പോൾ പലയിടത്തും അത് അന്വേഷിച്ച് പിടിച്ച് പോയി പിന്നെ പഠിക്കാറുണ്ട് ക്രാഫ്റ്റ് വർക്കുകൾ. പിന്നെ ഇപ്പം ചിലതൊക്കെ സ്വന്തമായിട്ട് എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് ആർട്ട് ഗാലറീസ് എൻ്റെ വീട്ടിനോട് ചേർന്നിട്ടൊരു ചെറിയൊരു ആർട്ട് ഗാലറി ഉണ്ടാക്കണമെന്ന്. അതിപ്പം ദൈവാനുഗ്രഹത്താൽ അത് സാധിച്ചു. പിന്നെ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വരുന്ന പല സ്ത്രീകളും പഠിക്കാൻ വരുന്നവർ എന്നോട് ചോദിക്കും, ഇതെങ്ങനെ സെയിലാക്കാം. നമ്മൾ പെയിൻറ്റിങ്സൊക്കെ ചെയ്തിട്ട് അത് മാർക്കറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ സെയിലാക്കണമെങ്കിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. അപ്പോൾ എൻ്റെ ഗാലറിയിൽ തന്നെ ഒരു ചെറിയ സ്പേസ് അവർ ചെയ്യുന്ന വർക്കുകൾ സൂക്ഷിക്കാനും അത് സെയിലാകുന്നുണ്ട്. എന്താ വെച്ചാൽ ഇവിടെ ഒരുപാട് പേര് കാണാൻ വരാറുണ്ട്, എൻ്റെ അടുത്ത് പഠിക്കാനും പിന്നെ സെയിലിനും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് വരാറുണ്ട്. അപ്പോൾ അവർക്കും കൂടിയുള്ള ഒരു ചെറിയൊരു സ്പേസ് എൻ്റെ ഗാലറിയിൽ ചെയ്തു കൊടുക്കണം എന്നുണ്ട്. പിന്നെ ഒരു ആഗ്രഹം എന്താ വെച്ചാൽ, എൻ്റെ സ്റ്റുഡൻസിന് അത് ഒരുപാട് ഏജുള്ള ആൻറ്റിമാരുണ്ട്. എന്താ വെച്ചാൽ സോളോ ഒക്കെ നടത്തണമെങ്കിൽ പലർക്കും എക്സിബിഷൻ നടത്തണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ചേർന്നിട്ട് ഒരു നല്ല സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഒരു ചെറിയൊരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യണമെന്നുണ്ട്. ഇവിടെ പെയിൻറ്റിങ്സും ക്രാഫ്റ്റും എല്ലാം വെച്ചിട്ട് ഒരു ചെറിയൊരു എക്സിബിഷൻ എൻ്റെ സ്റ്റുഡൻസ് ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ അത് സാധിക്കുന്ന എൻ്റെ ഉറച്ച വിശ്വാസം. എനിക്ക് ഇത് കണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പലരും മാരേജ് കഴിഞ്ഞാൽ പലരും പറയാറുണ്ട് ഒന്നിനും സമയം തികയാറില്ല, പിന്നെ നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനൊന്നും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ തന്നെ സമയം കണ്ടെത്തണം. ആരും കൊണ്ടുത്തരില്ല സമയവും കാര്യങ്ങളൊന്നും. സാഹചര്യം ചിലപ്പോൾ ഒരുങ്ങി വരില്ല, പിന്നെ സമയം കിട്ടില്ല. പക്ഷേ എന്നാലും നമുക്കിഷ്ടപ്പെട്ട കാര്യം ചെയ്യാൻ നമ്മൾ തന്നെ സമയം കിട്ടണം. അതിന് ഒരേ ഒരു ടിപ്സ് എന്താ വെച്ചാൽ, കുറച്ച് നേരത്തെ എഴുന്നേൽക്കുക. നമ്മൾ നേരത്തെ എഴുന്നേറ്റാൽ നമ്മൾ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത്, ഈ വീട്ടിലാണെങ്കിൽ എനിക്ക് ഹെൽപ്പിങ്ങിന് ഒരു സെർവൻറ്റും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഞാൻ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് മകന് സ്കൂളിൽ പറഞ്ഞയച്ച് ബാക്കിയുള്ള എൻ്റെ ലിഷർ ടൈമിലാണ് ഞാൻ എൻ്റെ വർക്കുകൾ ചെയ്യുന്നതും ഇത്രയും പേർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്. ഇനി പരിചയപ്പെടാം ചിത്രകാരിയായ ബെറ്റി തരകനെ. ക്യാൻവാസിൽ വൈവിധ്യങ്ങൾ തീർക്കുന്ന ബെറ്റി തരകന്റെ വിശേഷങ്ങളിലേക്ക്. ആദ്യം പെയിൻറ്റിങ് തുടങ്ങിയത് കൊച്ചിലെ തൊട്ട് സ്കൂളിൽ വെച്ചായിരുന്നു. മലേഷ്യയിൽ ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും സ്കൂളിൽ അവർ എക്സിബിഷൻസിനൊക്കെ എൻ്റെ പെയിൻറ്റിങ്സ് തിരഞ്ഞെടുക്കുമായിരുന്നു. അപ്പോൾ അപ്പനും അമ്മയും അവർ മെഡിസിന് പോകണമെന്നായിരുന്നു അവർക്ക് താല്പര്യം. അത് കാരണം പെയിൻറ്റിങ് ക്ലാസ്സിലൊന്നും പോകണ്ട, പഠിത്തം മാത്രം മതി എന്ന് പറഞ്ഞിട്ടാണ് ഇരുന്നത്. അത് കഴിഞ്ഞ് കോളേജിലും ഞാൻ കുറേയൊക്കെ ചിത്രമൊക്കെ വരയ്ക്കുമായിരുന്നു. ഒരിക്കലും ഞാൻ വരയ്ക്കൽ നിർത്തിയിട്ടില്ല. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞ പോലെ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എന്നിട്ട് കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും മക്കൾ 3 പേര് ആയപ്പോഴത്തേക്കും ഞാൻ കുറച്ചൊരു 10 ക്ലാസ്സിന് പോയായിരുന്നു ആദ്യ സ്കൂൾ ഓഫ് ആർട്സിൽ. അപ്പോൾ കുറച്ചുകൂടെ ടെക്നിക്സ് ശരിയാക്കാൻ വേണ്ടിയിട്ട് അത് വലിയ ഒരു അഡ്വാൻറ്റേജ് ആയിരുന്നു എനിക്ക്. ബ്യൂട്ടി ഇൻ ആർട്ട് എന്ന് പറയുന്ന പോലെ നമുക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നുന്നത് അത് വരയ്ക്കാനുള്ള താല്പര്യമാണ് എനിക്ക്. പക്ഷേ പറഞ്ഞു വരുമ്പോൾ അവസാനം
മിക്ക പടം 3/4 പിക്ചേഴ്സ് ലേഡീസാണെന്ന് പറയുന്നുണ്ട് എല്ലാവരും. എൻ്റെ ഐഡിയ നമ്മുടെ ഓരോ ലേഡീസിൻ്റെ ഓരോ ഡിഫറെൻറ്റ് കൺട്രീസിൻ്റെ എല്ലാ അവരുടെ ജ്വല്ലറി, അവരുടെ വസ്ത്രം ഒക്കെ അവരുടെ ആ സ്ഥലത്തിൻ്റെ കൾച്ചർ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വാട്ടർ കളേഴ്സിൽ കൂടുതൽ സീനറി ചെയ്തിട്ടുണ്ട്, ഫ്ലവേഴ്സും സീനറിയും ചെയ്തിട്ടുണ്ട്. ചാർക്കോൾസിൽ ഓൾസോ മെയിൻലി ഫേസസാണ് ചെയ്തിട്ടിരിക്കുന്നത്. ഫേസസിൽ ഒന്നുകൂടെ അതിൻ്റെ എഫക്റ്റും അതിൻ്റെ ഡെപ്തും ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാണ്. എനിക്ക് രവിവർമ്മയുടെ ചിത്രങ്ങളിലോട്ടാണ് വലിയ താല്പര്യമുള്ളത്. പുള്ളിയുടെ പെയിൻറ്റിങ്സും എല്ലാം മിക്കതും ലേഡീസിനെ കുറിച്ചാണ്. അപ്പോൾ അത് നോക്കിയിട്ട് എനിക്ക് ഒന്നുകൂടെ ഒരു മോഡൽ പോലെ ചെയ്ത്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പേൾസ് വരയ്ക്കാൻ ആ സെയിം ടെക്സ്ചർ അതിൻ്റെ ബ്യൂട്ടി കിട്ടാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ അത് ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്. രവിവർമ്മയുടെ പടങ്ങൾ കണ്ടിട്ട് അതുപോലെ ചെയ്യാനായിട്ട് നമുക്ക് ആ എഫക്റ്റ് കിട്ടുമ്പോൾ അതിനുള്ള നമുക്ക് ഒരു മെൻറ്റൽ സാറ്റിസ്ഫാക്ഷൻ, നമുക്കൊരു കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റിയെന്ന് തോന്നിയിട്ടുണ്ട്. ഞാനൊരു 21 എക്സിബിഷൻ നടത്തിയിട്ടുണ്ട്. അതിൽ 14 ഗ്രൂപ്പും 7 സോളോ ആയിട്ട്. അത് ആദ്യത്തെ എക്സിബിഷൻ കുവൈറ്റിൽ ഇന്ത്യൻ എക്സ്പോസിഷൻ നടത്തിയതാണ്. അതൊരു സോളോ എക്സിബിഷനായിരുന്നു. കുറേ എക്സിബിഷൻസ് ഗ്രൂപ്പിൻ്റെ നടത്തിയിട്ടുള്ളതിൽ ദുബായിൽ വലിയ ആർട്ടിസ്റ്റ് MF ഹുസൈൻ, പരിഷ്മേത്തി, വൈകുണ്ഠം, പിന്നെ യൂസഫ് അറിക്കൽ, അവരുടെ കൂടെയൊക്കെ ഗ്രൂപ്പ് എക്സിബിഷൻസിൽ ടേക്ക് പാർട്ട് ചെയ്തിട്ടുണ്ട്. പെയിൻറ്റിങ് കൂടാതെ ഞാൻ ഇന്ന് ടാൻജു പെയിൻറ്റിങ് ഒരു സ്പെഷ്യൽ ആർട്ട് കോഴ്സ് ഉണ്ടായിരുന്നു, ഒരു 10 ദിവസത്തെ കോഴ്സ് ഉണ്ടായിരുന്നു മറ്റേ ഇന്ത്യൻ സ്കൂൾ ഓഫ് ആർട്സിൽ. അതിൽ ഞാൻ പോയി അതിൻ്റെ ടെക്നിക്സ് പോയി പഠിച്ചായിരുന്നു. സെമി പ്രഷ്യസ് സ്റ്റോൺസ്, ഗോൾഡ് ഫോയിൽ ഒക്കെ യൂസ് ചെയ്ത് അതിൻ്റെ ഒരു പ്രത്യേക ഒരു എഫക്റ്റാണ് അതിൻ്റെ. അത് ഞാനൊരു 4-5 പടങ്ങൾ ചെയ്തിട്ടുണ്ട് ടാൻജു പെയിൻറ്റിങ്ങിൻ്റെ. അതുകൂടാതെ ഞാൻ ടേപ്പസ്ട്രി ചെയ്യാറുണ്ട്. ആങ്കർ കോഡ്സിൻ്റെ ഓൾ ഇന്ത്യ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ബാംഗ്ലൂരിൽ. അതിൽ എനിക്ക് ലാസ്റ്റ് സപ്പറിന് ഒരു 2nd പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കൂടാതെ അസോസിയേഷൻ കോമ്പറ്റീഷൻസിലൊക്കെ എംബ്രോയിഡറിക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ MSc സുവോളജി ചെയ്തിട്ടുണ്ട് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന്. അവിടെ നിന്ന് 2 വർഷം എനിക്ക് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു കോളേജിൽ നിന്ന്. ഒരു പ്രാവശ്യം VV ഗിരി, അപ്പോഴത്തെ വൈസ് പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ ആയിരുന്നു, പുള്ളിയുടെ നിന്ന് ആ പ്രൈസ് വാങ്ങിയത്. അതുകൂടാതെ മറ്റ് ആക്ടിവിറ്റീസ് എൻ്റെ കയ്യിലുള്ളത് ഇങ്ങനെ സിംഗിങ് കോമ്പറ്റീഷൻസിനും സിംഗിങ് പ്രോഗ്രാംസിനൊക്കെ പോയിട്ടുണ്ട്. പാട്ട്, കർണാട്ടിക് മ്യൂസിക് കൊച്ചിൻ കലാഭവനിൽ പഠിച്ചായിരുന്നു ഒരു 3-4 വർഷം. തബല, ഹാർമോണിയം, പിന്നെ ഇപ്പോഴും ഞാൻ കീബോർഡ് കളിക്കും. കീബോർഡും പിയാനോയും ദുബായിൽ ക്ലാസ്സസിന് പോവുകയായിരുന്നു. കാലിഗ്രാഫി വർക്ക്ഷോപ്പ്, പിന്നെ എഗ് ടെമ്പർ പെയിൻറ്റിങ് അത് പഠിച്ചിട്ടുണ്ട്. ഫ്രഞ്ച് ആർട്ടിസ്റ്റ് വന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ജീവിതത്തിൽ നമുക്ക് പഠിത്തം എന്ന് പറയുന്നത് നിർത്താനായിട്ടുള്ള സമയമില്ല. നമുക്ക് എപ്പോൾ ഏത് പ്രായമാണെങ്കിലും നമുക്ക് പഠിക്കാം. അതാണ് ഞാൻ കൊച്ചിൻ അവിടെ സ്കൂൾ ഓഫ് ആർട്സിൽ പിയാനോ പഠിച്ചപ്പോൾ കൊച്ചു പിള്ളേരൊക്കെ പറയുമായിരുന്നു, മറ്റേ കുട്ടികളത് ഇത് ഞങ്ങളുടെ ക്ലാസ്സിലാട്ടോ. അപ്പോൾ എന്നുവെച്ചാൽ അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇങ്ങനെ വലിയൊരു ആൻറ്റി വന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്ന് പഠിക്കുകയെന്ന്. നമുക്ക് അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല. അതായത് ജീവിതത്തിൽ എന്ത് പഠിക്കാൻ പറ്റും അത് ചെയ്യണം. ബെറ്റി തരകനെ പരിചയപ്പെട്ടല്ലോ. ഇനി കാണാം വർഷങ്ങളായി ചിത്രകലാരംഗത്ത് പ്രവർത്തിക്കുന്ന മിനി പ്രകാശിനെ. കുട്ടിക്കാലത്തെ ചിത്രങ്ങളോട് വല്ലാത്ത ആഭിമുഖ്യമുണ്ടായിരുന്നു. ചിത്രം വരയ്ക്കാൻ സാധിച്ചിരുന്നില്ല, ശരിക്കും പഠിക്കാൻ സാധിച്ചിരുന്നില്ല.
പക്ഷേ കിട്ടുന്ന ഒഴിവ് സമയങ്ങളിലൊക്കെ വരച്ച് പഠിക്കുകയായിരുന്നു. അങ്ങനെ വരച്ച് കൂടുതൽ ചിത്രങ്ങളുണ്ടായി. അത് കണ്ടിട്ട് പലരും അതൊരു എക്സിബിഷൻ നടത്തിക്കൂടെ എന്ന് ചോദിച്ചു. അങ്ങനെ എക്സിബിഷൻ നടത്തി, 3 എക്സിബിഷൻ നടത്തി. ഒന്ന് സോൾ സെലിബ്രേഷൻ, പിന്നെ ഒന്ന് റിവറീസ്, പിന്നെ യുട്ടോപ്പിയ. 3 നല്ല പ്രതികരണമാണ് കിട്ടിയത്. ഞാൻ മെയിനായിട്ട് വരച്ച ചിത്രങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇമോഷൻസ്, നേച്ചർ, പിന്നെ ബൈഗോണിറ. ഇമോഷൻസ് വെച്ചാൽ സ്ത്രീകളുടെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഇമോഷൻസ്, അടിച്ചമർത്തപ്പെട്ട ഇമോഷൻസ്, അതൊക്കെ ആണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബൈഗോണിറ എന്ന് വെച്ചാൽ നമുക്ക് നഷ്ടപ്പെട്ട നല്ല കാലങ്ങൾ, ആ കാലങ്ങളെ ഓർത്തിട്ട് വരച്ച കുറേ ചിത്രങ്ങൾ. പിന്നെ സാലബഞ്ചികകൾ, അതൊക്കെ എന്നും എനിക്കിഷ്ടമുള്ള മിത്തുകളാണ്. പിന്നെ കേരളത്തിൻ്റെ എസൻസുകളായ കാപ്പി, തേയില, കാടമം, നട്ട്മഗ്, അതിനെ ബേസ് ചെയ്ത് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ജീവിതത്തിൽ എല്ലാവർക്കും വളരെയധികം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അങ്ങനെ ധാരാളം ടെൻഷനും അനുഭവിക്കേണ്ടി വരും. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ടെൻഷൻ കൂടുതലുള്ള സമയത്ത് വരച്ച ചിത്രങ്ങൾക്കാണ് കൂടുതൽ ഡെപ്ത് ഉള്ളത്, കൂടുതൽ ഫീലുള്ളത്. അങ്ങനെ അത്തരത്തിലുള്ളൊരു മുഹൂർത്തമാണ് പ്രണയം. പ്രണയത്തെ ബേസ് ചെയ്ത് ഞാൻ ചിത്രം വരച്ചിട്ടുണ്ട്. ഒരു പോപ്പി ഫ്ലവർ, പ്രണയിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഈ വാലന്റൈൻസ് ഡേക്കാണ് വരച്ചത്. എനിക്ക് മറക്കാനാകാത്ത ഒരു അനുഭവം ഉണ്ടായി. അത് ഞാൻ ലീലാ മേനോൻ ഒരു പെയിൻറ്റിങ് അവരുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനെ പറ്റി വരച്ചിട്ട് പ്രസൻറ്റ് ചെയ്തു. അതവർക്ക് ഇഷ്ടപ്പെട്ടു. കുറേ കഴിഞ്ഞിട്ട് അവർക്ക് ആ പെയിൻറ്റിങ്ങിനെ പറ്റി അവർക്ക് അസുഖമൊക്കെ വന്ന സമയത്ത് അതിനെ കമൻറ്റ് ചെയ്തിട്ട് ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. പ്രവചനം കൊണ്ടുവന്ന പെയിൻറ്റിംഗ് എന്നും പറഞ്ഞ് അത് ന്യൂസ് പേപ്പറിൽ കാണാനിടയായി. അതെനിക്ക് വല്ലാത്തൊരു അനുഭവമായിരുന്നു. അതിനുശേഷം ഞാൻ ലീലാ മേനോനെ പോയി കണ്ടു. അവരുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനെ കുറിച്ചായിരുന്നു ആ ചിത്രം എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി. അവർക്ക് അസുഖങ്ങൾ വന്ന സമയത്ത് അവരത് പ്രവചനം പോലെയാണ് എടുത്തത് ആ പെയിൻറ്റിങ്ങിനെ പറ്റി. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എന്ത് കാര്യത്തിനാലും ഫാമിലിയുടെ സപ്പോർട്ട് അനിവാര്യമാണ്. പ്രത്യേകിച്ച് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ധാരാളം സപ്പോർട്ട് ആവശ്യമുണ്ട്. അതെൻ്റെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡ് അഡ്വർടൈസിങ്ങിലാണ്, കുട്ടികൾ 2 പേരും അഡ്വർടൈസിങ്ങിലാണ്. നിറക്കൂട്ടുകളുടെ ലോകത്തെ വിശേഷങ്ങളുമായി എത്തിയ ഇന്നത്തെ വനിത ഇവിടെ പൂർണ്ണമാകുന്നു. പുതുമയാർന്ന വനിതാ കാഴ്ചകളുമായി വീണ്ടും കാണാം.